കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം അത് തണുപ്പിക്കാൻ അവരുമായി സംസാരിക്കാമെന്ന് കേന്ദ്രം ഇപ്പോൾ അവരോട് അറിയിച്ചിരിക്കുകയാണ്. നിങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥലത്ത് ഞങ്ങളെത്താം. അതായത് നിങ്ങൾ നല്ലൊരു സ്ഥലം നിശ്ചയിക്കുക എന്നാണ് കേന്ദ്ര മന്ത്രിസഭ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ജന്തർ മന്ദറിലേക്ക് വരെ. നമുക്കറിയാം ജന്തർ മന്ദറിൽ ഇപ്പോൾ പ്രതിഷേധമുഖരിതമാണ്. അവിടെ ഖലിസ്ഥാനികളും ആൻറ്റി നാഷണൽസും കശ്മീരിന് വേണ്ടി വാദിക്കുന്നവനും ബാബറി മസ്ജിദിന് വേണ്ടി വാദിക്കുന്നവനും എല്ലാമുണ്ട്. അവിടേക്ക് കേന്ദ്രമന്ത്രിമാരെ വിളിച്ചു വരുത്താനാണ് ഇപ്പോൾ അഭിജിത് ദീപ് കേസ് ശ്രമിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കേന്ദ്രം പറയുന്നത് നിങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥലത്ത് എത്ര നേരം വേണമെങ്കിലും നിങ്ങൾ നിശ്ചയിക്കുന്ന സമയം സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ കാര്യങ്ങൾ വ്യക്തമാണ്. അവർക്ക് ഈ പ്രതിഷേധം തണുപ്പിക്കാനൊന്നും യാതൊരുവിധ താല്പര്യവുമില്ല. അവർക്ക് ഈ പ്രതിഷേധം നീട്ടിക്കൊണ്ടുപോകാൻ മാത്രമാണ് താല്പര്യം എന്ന് മനസ്സിലാക്കുന്നു. നീറ്റ് പേപ്പർ ചോർച്ചാ വിഷയത്തിൽ സമരം ചെയ്യുന്ന ജനതാ പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടിയെ ചർച്ചകളെ ചൊല്ലി കേന്ദ്ര സർക്കാരും ഇവരും തമ്മിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കാനാണ് കോക്രോച്ച് ജനതാ പാർട്ടി ശ്രമിക്കുന്നത്. ഈ തർക്കം പരിഹരിക്കുന്നത് സർക്കാർ എല്ലാവിധ രീതിയിലും ഇവരോട് അപേക്ഷിക്കുമ്പോൾ മറുവശത്ത് CJP തങ്ങളുടെ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച് വെള്ളിയാഴ്ച രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് അവർ ഇപ്പോൾ കോപ്പുകൂട്ടുന്നത്. അതായത് കലാപം ഡൽഹിയിൽ മാത്രം ഉണ്ടായാൽ പോരാ, വ്യാപകമായി ഉണ്ടാകണം എന്നാണ് അവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നദ്ദയുടെ വസതിയിൽ അവസാനം യോഗം നടത്താം എന്ന് പറഞ്ഞപ്പോൾ അതിന് ഞങ്ങൾ തയ്യാറല്ല എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി പറയുന്നത്. ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞെങ്കിലും ഇവർ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്താണ് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടാണ് ഞാൻ ചോദിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇവർ കലാപമുണ്ടാക്കി രാജ്യത്തെ കീറിമുറിച്ച് പാർലമെന്റ് അടിച്ചുപൊളിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നാട് കടത്താനാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത്. അല്ലാതെ ഇവരുടെ പരിപാടി അത് ചർച്ചയും നീറ്റ് വിഷയവുമൊന്നുമല്ല എന്ന് ഇതിലൂടെ കൂടുതൽ വ്യക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.